അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ MS മോട്ടേഴ്സിലാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പിന്നെയും വന്നു. ഏകദേശം കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് കുറേ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഒരുപാട് ചോദിക്കണം, നമ്മളെ ലൊക്കേഷൻ കറക്റ്റ് എവിടെയാണ്, ഒന്ന് കറക്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് നമ്മളെ കോളേജിൽ വരുമ്പം ലെഫ്റ്റ് സൈഡ് ഓപ്പോസിറ്റ് ആരുടെ ഷോറൂം. അപ്പോൾ കുളത്തൂപ്പുഴ നമ്മൾ വരുന്നില്ല റൈറ്റ് സൈഡ്, അതായത് നമ്മളെ ആലഞ്ചേരി റൈറ്റ് സൈഡ്. അതായത് അടുത്ത് 800 അല്ലേ? അതെ, ഇത് 2005 1800 AC MBF വണ്ടിയാണ്. നമ്മൾ പുതിയ ടാക്സ് എടുത്ത് 60 രൂപ കൊടുക്കാം. ഫൈനൽ പുതിയ ടാക്സ് എടുത്ത് 60 രൂപ. നല്ല നീറ്റ് വണ്ടിയാണ്, നല്ല ക്വാളിറ്റിയാണ്. സംഭവം മറ്റൊരു കാര്യങ്ങളൊന്നുമില്ല, തുരുമ്പൊന്നുമില്ല. AC വർക്കിംഗ് ആണ്. AC വർക്കിംഗ് അത് മാത്രമല്ല, ഇതിലൊക്കെ തുരുമ്പൊന്നുമില്ല. ഈ വണ്ടി ഇത്ര നീറ്റ് ആകാൻ കാരണം എന്താ? ഇത് നമ്മൾ ഫുള്ള് റീഫർബ് ചെയ്ത വണ്ടി ഇവിടെ സെയിൽ ഇടുന്നത്. കംപ്ലീറ്റ് വർക്കുകളും ചെയ്യാനുള്ള വർക്കുകളും ചെയ്ത് ടയർ എല്ലാം ക്ലിയർ ആക്കി ഇടുന്നത്. വണ്ടി എടുക്കുന്ന കസ്റ്റമറിന് എടുത്തോണ്ട് ഒന്നും ചെയ്യണ്ട, വണ്ടി എടുത്ത് ഓടിയാൽ മാത്രം മതി. ടയർ ഉൾപ്പെടെ കട്ടട. അതെ എല്ലാം 3 മാസം അല്ലേ? 3 മാസം ടെസ്റ്റ് ചെയ്യുന്ന സമയമുണ്ട്. വണ്ടി കൊണ്ട് കാണിച്ചാൽ മതി. ഇത് കണക്കെടുക്കാൻ കൊണ്ടുപോയി കാണിക്കും. കാണിക്കും. ഇതോളല്ല 2 ബ്ലാക്ക് വണ്ടികൾ. ഇത് ഏത് മോഡലാണ്? ഇത് 2006 വണ്ടി, സിംഗിൾ ഓണർ. 2006 സിംഗിൾ ഓണർ, ഹൈ ക്വാളിറ്റി വണ്ടി, പുത്തൻ ടയർ. 6ാമത്തെ ടെസ്റ്റ് 26 പേപ്പർ ഉണ്ട്. 26 പേപ്പർ ഉണ്ട്. സീറ്ററൊക്കെ പഴയതാണല്ലോ. കമ്പനി സീറ്റ് സ്റ്റീറോ ചെയ്തിട്ടുണ്ടല്ലോ. അതെ. ഇത് എത്ര ഓടിയിട്ടുണ്ടോ? കിലോമീറ്റർ 85 കിലോമീറ്റർ. 85. ഇത് വാനർ ഏതാണ് മോഡൽ? വാനർ LXi ആകുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് മാത്രമേ. പക്ഷേ ഇത് 4 സിലിണ്ടർ എഞ്ചിനാണ്. ഇത് പെയിന്റ് അടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എപ്പോൾ ടെസ്റ്റിന് വേണ്ടിയെല്ലാം ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ടല്ലേ? കാരണം വണ്ടി നല്ല നീറ്റായിട്ട് കിടക്കും. അതെ. ഓക്കെ. ഇത് എത്ര വയ്ക്കുന്നുണ്ടോ? ഇത് നമുക്ക് 1.10 ആസ്കിംഗ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 1.10 ചോദിക്കുന്നുണ്ട്. നേരെ പറയുകയാണെങ്കിൽ. അതെ. പക്ഷേ പണിയെല്ലാം ചെയ്തിട്ടേക്കാനല്ലേ? എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടേക്കും. ഇൻഡിക്ക 2013 വണ്ടി, ഡീസൽ വണ്ടിയാണ്. നല്ല അത്യാവശ്യം മൈലേജ് നോക്കുന്നവർക്ക് 10-15 മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. 2013 വരുന്ന വണ്ടി, ഡൈക്കോർ എഞ്ചിൻ. ഏകദേശം 25 കിട്ടുമല്ലേ? 15 മൈലേജ് കിട്ടും. സിംഗിൾ ഓണറാണ് വണ്ടി. അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ട്. അതെ. 13 മോഡൽ ആകുമ്പോഴത്തേന് ഏകദേശം 28 ടെസ്റ്റ് വരും. അതെ. 28. ഡോക്ടർ നമ്മളെ കൊണ്ടല്ലോ. അതെ. എത്ര രൂപ കൊടുക്കാം? 1 രൂപ കൊടുക്കാം ഫൈനൽ. 1 രൂപ. ഡീസൽ വണ്ടിയാണ്. വേറെ ഒരവോ ഒന്നുമില്ലല്ലോ? ഇല്ല, വണ്ടി പോകണ ബോഡി ക്വാളിറ്റി ഉള്ളത്. ആനായാലും കൊണ്ടുപോകണം നല്ലപോലെ. വേറെ അപാകതകളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. തട്ടല മുട്ടലൊന്നുമില്ല. ഓ. അതെ. ഇത് നമുക്ക് ഫാമിലി യൂസിനെ പറ്റിയ വണ്ടി. ഒരു കുട്ടി ഇന്നോവയുടെ യൂസ് ആ വണ്ടി. കൊള്ളാല്ലേ? അതെ. സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് എല്ലാം വരുന്നുണ്ട്. ഇത് ഏത് മോഡലാണ് പറഞ്ഞത്? ഇത് 2006 വണ്ടി. 26 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. കൊള്ളാം. ഒരു ഫാമിലിക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള വണ്ടി. സ്പേസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ. അതെ. അപ്പം ടെസ്റ്റ് ഇനി എത്ര പേരുണ്ട്? 26 ലാസ്റ്റ് വരും. ഇത് കളർ നമുക്കത് ഫൈനൽ 1 രൂപ കൊടുക്കാം. 1 രൂപ. 2006 ഉണ്ട്. 26 ലാസ്റ്റ് വരെ പേപ്പർ. 26 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്. ഇവനാണല്ലേ കാക്ക് പറഞ്ഞ ബ്ലാക്ക് ബ്യൂട്ടി. ഇത് 2007 വണ്ടി, സിംഗിൾ ഓണർ. 7 വണ്ടി. ഇത് കിലോമീറ്റർ 58,000 കിലോമീറ്റർ. 58,000 കിലോമീറ്റർ. ഇതെല്ലാം പഴയ സീറ്റർ തന്നെ. കമ്പനി സീറ്റ്. കുഴപ്പമില്ല. നല്ല ക്വാളിറ്റി ഉള്ള. നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതും 26 അടുത്ത വർഷം ടെസ്റ്റ് ആണല്ലോ. അതെ. 27 പേപ്പർ. 27. പക്ഷേ വേറെ ഒരവൊന്നുമില്ല. ഒന്നുമില്ല. ഇത് എത്ര വയ്ക്കുന്നുണ്ടാകില്ല? അത് നമുക്ക് 1.15 ആസ്കിംഗ് പ്രൈസ് അഡ്ജസ്റ്റ് കൊടുക്കാം. 1.15. ആൾട്ടോ LX AC 27 വരെ പേപ്പർ ഉണ്ട്. സിംഗിൾ ഓൺ വണ്ടി, നല്ല വണ്ടി, ക്വാളിറ്റി ഉള്ള വണ്ടി. ആൾട്ടോ. ഇത് ആൾട്ടോ 2021 മോഡൽ LXi. 21 മോഡൽ LX എയർ ബാഗ് വരുന്ന മോഡൽ. BS6 വണ്ടി. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വണ്ടി. അതെ. നമുക്ക് മാക്സിമം ലോൺ കിട്ടുന്ന വണ്ടിയാണ്. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 രൂപയ്ക്കകത്ത് 50 അടച്ച വണ്ടി ഇറക്കി കൊണ്ടുപോകാം. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ കാണിക്കുന്നത് 38,000 കിലോമീറ്റർ കാണിക്കുന്നത്. സെക്കൻഡ് ഓണർ ആണ്. അപ്പം ടയർ പോലാണ്, ഫ്രണ്ട് പുത്തൻ ടയറാണ്. അപ്പം എത്ര വണ്ടി ഇറക്കാം? നമുക്കൊരു 50 രൂപയ്ക്കകത്തോണ്ട് ഇറക്കാം. സിബിൽ സ്കോർ ഒക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ. എത്ര ചോദിക്കുന്നുണ്ട് വില? ഇത് നമുക്ക് 320 ആസ്കിംഗ് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. 3 രൂപ. 2020 മോഡൽ. 21 മോഡൽ. ഫ്രണ്ട് പുത്തൻ ടയറാണ്. പക്ഷേ കൊള്ളാം, നല്ല ക്വാളിറ്റി തന്നെ. അതെ, കിട്ടിയിട്ടുണ്ട്. സൂപ്പർ വണ്ടി. ഇന്ന് ആൾട്ടോടെ ഒരു ചാകരനുണ്ടല്ലോ. അതെ. ആൾട്ടോടെ നമുക്ക് 5 കളക്ഷൻ അവൈലബിൾ ഉണ്ട്. ഇവിടെ 4 ഉണ്ട്. ഒരെണ്ണം ഒരു. അപ്പം ഇത് ഏത് മോഡലാണ്? ഇത് 2006 വണ്ടി. 2006 വണ്ടി. 26 വരെ പേപ്പർ. 2006 പേപ്പർ. 95,000 കിലോമീറ്റർ. 95.
സീറ്റ് കൊള്ളാല്ലേ? അതെല്ലാം അഡീഷണൽ ചെയ്തേക്കുന്ന സീറ്റ്. അഡീഷണൽ ചെയ്തത് നീറ്റ് വണ്ടി, ബോഡി ക്വാളിറ്റി ഒക്കെ ഉള്ള വണ്ടി. വേറെ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. ടെസ്റ്റിന്റെ പണിയെല്ലാം ചെയ്തിട്ടേക്കാൻ തോന്നല്ലോ. 26 പേപ്പർ ഉണ്ട്. 26 വരെ പേപ്പർ, 25 ലാസ്റ്റ്. അതെ, ടയറും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ടല്ലോ. ഇത് ഏത് മോഡൽ? 2006 അല്ലേ? 2006 സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർ. നല്ല ക്വാളിറ്റി ഉള്ള. എങ്ങനെയൊക്കെ വില വയ്ക്കുന്നു? ഇത് നമുക്ക് 1.10 1.10. 2006 ഏകദേശമുള്ള എല്ലാ പണിയും കഴിഞ്ഞിട്ടേക്ക്. അതെ അതെ. ഓക്കെ. പിന്നെ നമ്മളെ വണ്ടി ഇത് പിന്നെ ഫിനാൻസ് കിട്ടത്തില്ല. ഫിനാൻസ് കിട്ടത്തില്ല, ഡി ക്യാഷില്. അപ്പൊ അടുത്തോണ്ട് ഒരു നീല വണ്ടി. ഇത് 2008 വണ്ടി, LXI. 2008. 28 വരെ പേപ്പർ. 2008. നമുക്ക് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഫ്രണ്ട് ഗ്ലാസ് ഒരു ഓഫർ പ്രൈസിൽ 1 രൂപ കൊടുക്കാം ഫൈനൽ. 2008 വണ്ടി. പാസടി കൊള്ളാം. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? വണ്ടി 79 കിലോമീറ്റർ. 79 കിലോമീറ്റർ. പക്ഷെ വണ്ടിയെല്ലാം നീറ്റായിട്ടാണല്ലോ ഇട്ടേക്കണം. അതെ. ഓരോ ബോഡി ടിൻറ്റോ ഒന്നുമില്ല, നീറ്റായിട്ട് ഇട്ടേക്കും. 1 രൂപ ഫൈനൽ പ്രൈസ് ആണ്. അതെ, ഫൈനൽ പ്രൈസ്. ടയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടി ഓണർ എത്രയായി? ഓണർ സിംഗിൾ ഓണർ. സിംഗിൾ ഓണർ വണ്ടി. വീണ്ടും ഒരു ആൾട്ടോ. അതെ അതെ. ഇത് 2009 ആൾട്ടോ LXI ആണേ. 9 ആണ്. അതെ അതെ. 29 വരെ ഇപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞുള്ളൂ, പേപ്പർ ഉണ്ട്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? കിലോമീറ്റർ 60 ചില്ലറ കിട്ടും. 60. അത് കാണിക്കുന്നു. സീറ്റ് കവർ എല്ലാം കമ്പനി സീറ്റ്. കമ്പനി സീറ്റ്. അതെ. ഇത് 2009 29 വരെ പേപ്പർ. 29 വരെ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യും. കൊള്ളാല്ലേ? ഇത് കമ്പനി പെയിന്റ് തന്നെയാണ്. കമ്പനി പെയിന്റ് പോളിഷ് ചെയ്തിട്ടുണ്ട്. പോളിഷ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതുണ്ട് വണ്ടി. ടയറും കാര്യങ്ങളെല്ലാം ഫ്രണ്ടും ബാക്കും 80% മുകളിലുണ്ട്. ഇത് 2009 ഫിനാൻസ് കയറൂലല്ലോ? ഇല്ല, ഫിനാൻസ് എടുത്തില്ല. ഫിനാൻസ് കയറത്തില്ലല്ലേ? നമുക്കൊരു 1.35 ആസ്കിംഗ് പ്രൈസ്, 1.30 കൊടുക്കാം ഫൈനൽ. 1.30. നേരി വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം ആണ്. എല്ലാം ഹൈ ക്വാളിറ്റി വണ്ടി, കുഴപ്പമില്ല. കമ്പനി പേര് തന്നെ കിടക്കുന്നു. അതെ, ഫാമിലി യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ഈ ആൾട്ടോക്ക് എത്ര മൈലേജ് കിട്ടുമോ ഏകദേശം? ആൾട്ടോക്ക് 10-12 മൈലേജ് പ്രതീക്ഷിക്കാം. 10-12 മൈലേജ് പ്രതീക്ഷിക്കാം. അടുത്ത നമ്മളെ വെള്ള വണ്ടി ഏത്? 2011 LXI ആണ്. 11 2011 LXI 63,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് ഉണ്ട്. സെക്കൻഡ് ഓണർ വെക്കാൻ അത് നമുക്ക് 1.40 ആസ്കിംഗ് പ്രൈസ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നേരി വരെയാണെങ്കിൽ നല്ല ക്വാളിറ്റിയാണ്. എല്ലാ വണ്ടിയും കൊള്ളാങ്ങല്ലേ? ഇനി വീഡിയോയിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, പക്ഷേ നേരി കാണാൻ എല്ലാം. അതെ അതെ അതെ. ഇത് ഫിനാൻസ് കയറും? ഇല്ല, അത് ഫിനാൻസ് കുറച്ച് കയറാൻ ചാൻസ് ഉണ്ട്. 2011 അല്ലേ? 11. ടെസ്റ്റ് ആകുമ്പോഴത്തേനും 26 ലാസ്റ്റ് വരും. 26 ലാസ്റ്റ് ടെസ്റ്റ് വരില്ലേ? ഇൻഷുറൻസ് എല്ലാം കിടപ്പുണ്ടോ? എല്ലാം ഉണ്ട്. 2014 വണ്ടിയാണ്. അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്ത് അലോയ്സ് ഒക്കെ ആഡ് ചെയ്ത വണ്ടിയാണ്. അത് നമുക്ക് 85 രൂപ കൊടുക്കാം. 85 രൂപ. നമ്മളെ മോഡൽ ഏതായിരുന്നു? 2014 വണ്ടി. 14 മോഡൽ. അഡീഷണൽ അലൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പുതിയ പെയിന്റ് എല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ഇത് ഏത് മോഡലാണ്? വാഗണാർ. ഇത് 2019 1.2 ലിറ്റർ എഞ്ചിൻ. 1.2. അതായത് ബിഗ്, ഏറ്റവും വലുത്. അതെ, ബിഗ് ആണ്. ഇത് ഏതാ മോഡൽ? വാഗണാർ 2019 വണ്ടി. ഇല്ല, ഏതാണ് വാഗണാറിന്റെ? VX ലോക്കാ. VX വണ്ടി ലോക്കാണ്. അപ്പം ഇതിനെ കുറിച്ച് പറഞ്ഞോ. ഇത് 53,000 കിലോമീറ്റർ. നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. തേർഡ് ഓണർഷിപ്പ് ആണ്. ബാക്ക് ടയർ ഏകദേശം ഫ്രണ്ട് പുത്തൻ ടയർ ആണ്. ഫ്രണ്ട് പുത്തൻ അപ്പോളോ ടയർ ആഡ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ ആസ്കിംഗ് പ്രൈസ് 4.25 ആണ്. 4.75. 4.75. ഇത് പാർക്കാൻ സൈഡിലാണ് വണ്ടി, പാർട്ടി ഇട്ടേക്കാനാണ്. ചെറിയ രീതി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നേരെ വരെയാണ്. അത് ഫിനാൻസ് എത്ര രൂപ? ഫിനാൻസ് 4 രൂപ കിട്ടും. 4 രൂപ ബാക്കി ഇട്ടാൽ. അതെ. അപ്പം സ്വിഫ്റ്റ് ഏത് മോഡലാണ്? സ്വിഫ്റ്റ് 2015 വണ്ടി. 15. അതെ, സ്വിഫ്റ്റ് പെട്രോൾ വണ്ടി. പെട്രോൾ സ്വിഫ്റ്റ് ഏതാണ്? LXI വണ്ടി. LXI ഓപ്ഷനിൽ. LXI ഓപ്ഷനിൽ. ഇതാണ്. ഇത് എത്ര വയ്ക്കുന്നുണ്ടാകും? ഇത് നമുക്ക് 4 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. 4. സിംഗിൾ ഓണർ വണ്ടി. 85,000 കിലോമീറ്റർ. 85,000 കിലോമീറ്റർ. പക്ഷേ ഞാൻ വന്നപ്പോൾ കസ്റ്റമർ ഇരിക്കുന്നുണ്ടായിരുന്നു. എൻക്വയറി ഉണ്ടായിരുന്നു. മിക്കവാറും ടോക്കൺ ആവും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വല്ലാതെ വണ്ടിയെ കുറിച്ച് ചോദിക്കാത്തത്. അവർ ഏകദേശം ടോക്കൺ ആയുണ്ട്. കാണാൻ കിട്ടാത്തൊരു മോഡലാണ് ബീറ്റ്. പെട്രോൾ ആണ്. ഇത് 2010 വണ്ടി. ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. അതും അനിയനും ഉണ്ട്, ചേട്ടനും ഉണ്ടല്ലേ? അതെ അതെ. ചേട്ടൻ ബുക്കിംഗ് ആയി കഴിഞ്ഞു. ബുക്കിംഗ്. ചേട്ടൻ പോയി. അപ്പം അനിയൻ എങ്ങനെയാ? ഇത് നമുക്ക് പിന്നെ ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. 59 കിലോമീറ്റർ. പെട്രോൾ ആണ് ഡീസലാണ്? പെട്രോൾ. 2030 വരെ പേപ്പർ. 2030 വരെ പേപ്പർ. അതെ. പുതിയ ടാക്സ് എല്ലാം ക്ലിയർ. നല്ല ക്വാളിറ്റി ഉള്ളുണ്ട്, ഹൈ ക്വാളിറ്റി. പണ്ടേ ഒരു ഇതുണ്ടായിരുന്നു പത്രത്തിൽ, ഒരു വാർത്ത വന്നിട്ടുണ്ട്. ഷെവർലെ ക്രൂസ് എടുത്ത ബീറ്റ് ഫ്രീ ആണ്. ഇവിടെ എങ്ങനെ ഉണ്ടാ? ഇവിടെ അങ്ങനെ ഇല്ല. ഇത് പോയില്ലേ? അത് ടോക്കണായി. അപ്പൊ ഇതിന്റെ വില എത്ര ആകും? വില നമ്മളിപ്പം ടെസ്റ്റ് വർക്കിനാണ് നല്ല എമൗണ്ട് ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് 1.35 ആസ്കിംഗ് പ്രൈസ്, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കാര്യം ഇപ്പൊ നല്ല എമൗണ്ട് ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലേതാ ക്വാളിറ്റി കാണിക്കുന്നത്. അതെ, പെയിന്റിങ് എല്ലാം ചെയ്തിട്ടുണ്ട്.
ഇനി എന്തെങ്കിലും സൂപ്പറായിട്ട് ഇടണം. അതെ അതെ. ഇവിടെ ഒരുപാട് ബീറ്റ് എടുക്കുമല്ലേ? ബീറ്റ് നമ്മൾ ഏറ്റവും കൂടുതൽ ബീറ്റ് നമ്മൾ സെയിലാക്കുന്നു. ഒരുപാട് ബീറ്റ് ഞാൻ ക്വാളിറ്റി ഉള്ള വണ്ടി മാത്രമേ നമ്മൾ ബീറ്റ് എടുക്കും. ബീറ്റ് എടുക്കുന്നു. ഡീസലിലൂടെ അങ്ങനെ ഡീസൽ അങ്ങനെ പെട്രോൾ പെട്രോൾ മാത്രമേ ഉള്ളൂ. ഓക്കെ. ഫിനാൻസ് കയറത്തില്ലല്ലോ? ഇല്ല ഫിനാൻസ് ഇല്ല. ഫിനാൻസ് കയറത്തില്ല.